Next problem, solve x power 4 plus 2x cube minus 25x square minus 26x plus 120 is equal to 0. Given that the product of two of its roots is 8 എന്ന് പറയും. ഓക്കെ, നമുക്കൊരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം 4 റൂട്ട്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ രണ്ട് റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലാണ്. ഇപ്പോൾ 4 റൂട്ട് ഉണ്ടാവും. ആ 4 റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയോ രണ്ട് റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് 8 ആണെന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ആൽഫേൻ്റെയും ബീറ്റയും പറയുന്ന രണ്ട് റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് ആണ് 8 എന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ആൽഫ ഡെൽറ്റ എന്നോ ഗാമ ഡെൽറ്റ എന്നോ ആൽഫ ബീറ്റ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻസ് കുറച്ചുകൂടി എളുപ്പമാവാനും അതുമാതിരി തന്നെ അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയുന്ന ഒരു പോസിബിൾ പെയേഴ്സ് അങ്ങനെ എടുക്കുന്നത്. സോ ഞാൻ ഇവിടെ എടുത്തത് അതായത് 2 ഓഫ് ഇറ്റ്സ് റൂട്ട്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 ഓഫ് ഇറ്റ്സ് റൂട്ട്സ് ഈസ് 8 എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആൽഫയും ബീറ്റേൻ്റെയും പ്രൊഡക്റ്റാണ് 8 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ഈ ആൽഫയും ബീറ്റയും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ, എവിടെന്നെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് S4 ആണ്. S4 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് S4 is equal to ഇത് 1th പൊസിഷൻ, 2nd പൊസിഷൻ, 3rd, 4. അപ്പോൾ S4 എന്ന് പറയുന്നത് എന്ത് വരും? S4 is equal to 120 divided by 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരിക? S4 is equal to 120 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി S4 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണെന്ന് പറയാൻ പറ്റും. പ്രൊഡക്ട്സ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഏതൊക്കെയാണ് റൂട്ട്? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണ്. സോ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 120 ആണെന്ന് വരയ്ക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ആൽഫ ബീറ്റ, അതായത് ഓൾറെഡി നമ്മൾ S4 is equal to 120 എന്ന് കണ്ടുപിടിച്ച് വെച്ചുകൊണ്ടാണ് നമ്മളങ്ങനെ എഴുതി. സോ വി ഹാവ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 120 എന്ന് പറയുന്നതാണ്. ഇതിൽ നമുക്ക് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? 8 ആണെന്ന് അറിയാം അല്ലേ. സോ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 8 ഗാമ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇനി ഗാമ ഡെൽറ്റ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം? 120 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗാമ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് രണ്ട് റിലേഷനാണ് കിട്ടിയത്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 8 എന്ന് പറയുന്നതും ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 15 ആയിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് റൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇക്വേഷൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് എടുത്തിരുന്നത്? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആയിരുന്നു 4 റൂട്ട്സ്. സോ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഗാമ ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ എന്ന് എഴുതി. ഇനി ഇതിലത്തെ രണ്ട് ടേംസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് എഴുതുക. ഈ രണ്ട് ടേംസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുക. അതേമാതിരി തന്നെ ഈ രണ്ട് ടേംസ് എന്ന് പറയുന്നതും പ്രൊഡക്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് കിട്ടും. ആ 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യുക. നമുക്കിവിടെ ആൽഫ ബീറ്റ ഈക്വൽ ടു ഓൾറെഡി നമുക്ക് 8 ആണെന്ന് അറിയാം. അതേമാതിരി തന്നെ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 15 ആണെന്നറിയാം. സോ ഈ ഗാമ ഡെൽറ്റയ്ക്ക് പകരം 15 എന്നും ആൽഫ ബീറ്റയ്ക്ക് പകരം 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം ഞാൻ P എന്നും ഗാമ ഡെൽറ്റ എന്ന് ഉള്ളതിന് നമ്മൾ Q എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? എക്സ് സ്ക്വയർ മൈനസ് PX പ്ലസ് 8 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് QX പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനിയല്ല, അടുത്ത് കുറച്ചുകൂടി സ്റ്റെപ്സ് വരുന്നുണ്ട്. ഇപ്പോൾ P ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇവിടെ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതും Q ഈസ് ഈക്വൽ ടു ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാണ്? ഇതിനെ വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എഴുതാണ്. സോ ഈ ഒരു കൈൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ കിട്ടും. ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോളിനോമിയലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ തന്നിരിക്കുന്ന പോളിനോമിയലായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് P പ്ലസ് Q എന്താ ഈസ് ഈക്വൽ ടു കിട്ടും. അതേമാതിരി തന്നെ 23 പ്ലസ് PQ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും. അതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുമ്പോൾ ഉള്ള നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടുക. P പ്ലസ് Q ഈസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് അതേമാതിരി തന്നെ 15 P പ്ലസ് 8Q ഈസ് ഈക്വൽ ടു 26 ആൻഡ് 23 പ്ലസ് PQ ഈസ് ഈക്വൽ ടു -25. ഓക്കെ, അപ്പോൾ ഇത്രയും 3 റിലേഷനാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് P ൻ്റെയും Q ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം.
അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. 15p + 8q = 26 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇക്വേഷനും കൺസിഡർ ചെയ്യാം. ദെൻ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എഴുതുക. സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ക്യൂവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിലേഷനിൽ തന്നെ തിരിച്ച് കൊടുന്ന് ക്യൂവിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് പീൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അതൊരു തരത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ അത്ര മാത്രം ചെയ്താൽ പോരാ. പിയും ക്യൂവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിയും ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ ഇവിടെ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കിട്ടിയത് p = 6 എന്ന് പറയുന്നതും q = -8 ആയിരുന്നു. ഓക്കെ, അതൊരു മെത്തേഡാണ് സോൾവ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞ്. രണ്ടാമത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എടുക്കാം. സോ ഇവിടെ നിന്ന് നമുക്ക് PQ = എന്ത് എഴുതാൻ പറ്റും? -25 -23 എന്ന് എഴുതാം. സോ PQ = നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ? അതിൽ നിന്ന് നമുക്ക് Q = നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ P എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കിട്ടിയ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ പിയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ പിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ b² - 4ac വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ പിക്ക് 2 വാല്യൂസ് കിട്ടും. അപ്പോൾ ആ ഓരോ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എടുക്കാം. അപ്പോൾ നമുക്ക് പിയും ക്യൂവിൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പോസിബിൾ പെയേഴ്സിനാണ് ഈ ഒരു റിലേഷനും കൂടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. സോ ഞാനത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അതേമാതിരി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു 2 ഇക്വേഷൻസും കൂടിയും വേഗം സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കേസ് വന്നു. അപ്പോൾ ഇനി ചില കേസസിൽ അങ്ങനെ വരില്ല, എല്ലാ ഇക്വേഷൻസിൻ്റെ കേസിലും അതേമാതിരി വന്നോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സെക്കൻഡ് മെത്തേഡ് കൂടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് 15p + 8q = 26 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ 2 കണ്ടീഷൻസ് കൂടി നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് p = 6 എന്ന് പറയുന്നത് q = -8 എന്ന് കിട്ടി. സോ നമ്മൾ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ ഇവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അതെന്ത് കിട്ടി? x² - 6 x + 8 എന്നും x² + 8x + 15 എന്നും, ഒന്നല്ലെങ്കിൽ ഇനി ഓരോന്നിൻ്റെയും നമ്മൾ b² - 4ac വെച്ചിട്ട് റൂട്ട്സ് കമ്പ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ പ്രൊഡക്റ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ 8ൻ്റെ പ്രൊഡക്റ്റ് ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക, ആ 2 മെമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -6ഉം കിട്ടണം. സോ അങ്ങനെ വരുന്നത് നമുക്ക് x = -2ഉം x = -4 ആയിരുന്നു. സോ ഫസ്റ്റത്തേനെ നമ്മൾ x - 2 × x - 4 എന്ന് എഴുതി. അതേമാതിരി സിമിലർലി സെക്കൻഡ് ടേമിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു, x + 3 × x + 5 എന്ന് എഴുതി. അപ്പം നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഇതേ = 0 കൊടുക്കുമ്പോഴാണ് നമ്മുടെ റൂട്ട്സ് കിട്ടുക. സോ ഇതിൽ നിന്ന് ഇതേ = 0 കൊടുക്കുമ്പോൾ നമുക്ക് x = 2 എന്ന് കിട്ടും. പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് 4, 2, -3, -5 എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയോ 2 റൂട്ട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ 4ഉം 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 8 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആ റൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ദ റൂട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും 4, 2, -3, -5 എന്ന് പറയുന്നതായിരിക്കും റൂട്ട്സ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യണോടത്താണ് ഒരു പ്രശ്നം വരിക. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാത്ത കേസുകൾ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇക്വേഷൻ വന്നു വെച്ചാൽ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം PQ എന്താണെന്ന് എഴുതാം, അതിനുശേഷം നമ്മൾ Q = എന്താണെന്ന് എഴുതി വയ്ക്കുക. ആ കിട്ടിയ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അതിൽ നിന്ന് നമുക്ക് പിക്ക് 2 വാല്യൂ കിട്ടും. അപ്പോൾ ഓരോ പിക്കും P 2 വാല്യൂ എടുക്കുമ്പോൾ പിൻ്റെ ഫസ്റ്റത്തെ വാല്യൂവിന് Qൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. അതേമാതിരി തന്നെ അടുത്തത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു 2 പെയർ കിട്ടും. ആ 2 പെയറിലെ ഏത് പെയർ ഓഫ് P ആൻഡ് Qൻ്റെ വാല്യൂ ആണ് നമ്മുടെ ഈ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് നോക്കുക. ഓക്കെ, അതാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്ന കാര്യങ്ങൾ. ഓക്കെ.